ഞാൻ അങ്ങനെ മൈസൂർ കൊട്ടാരത്തിലേക്കുള്ള ആയ നടന്നു പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. മൈസൂർ കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് എത്തുന്നത് പറഞ്ഞ് ഞാൻ പുറകുവശത്ത് എത്തി. അവിടുന്ന് നേരെ തിരിച്ച് ഞാൻ മൈസൂർ കൊട്ടാരത്തിൻ്റെ മുൻ മുൻപിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മൈസൂർ കൊട്ടാരം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ 766 സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലേ അങ്ങോട്ട് പോകുമ്പോൾ താഴെ ഒരു വലിയ ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിലാണ് ഈ ദസറ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെന്ന് ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഒരു അറിവുണ്ട്. അതിൻ്റെ തൊട്ട് പശ്ചാത്തലത്തിലായിട്ട് കാണുന്നത് ചാമുണ്ഡി മലനിരകളാണ്. ഒരാടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇത് അതിൻ്റെ വലത്തുവശത്തെ കാഴ്ചകളാണ്. ഞാനങ്ങനെ കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് എത്തി. ഇതാണ് റോഡിൽ നിന്നുള്ള കൊട്ടാരത്തിൻ്റെ പ്രഥമ കാഴ്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ മുമ്പിലായിട്ട് കുറേ ബാരിക്കേഡ് വെച്ച് കൊട്ടാരത്തിലേക്കുള്ള ഏറ്റവും മെയിനായിട്ടുള്ള വഴി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു ഓട്ടോക്കാരനോട് ചോദിച്ചു, എവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ? നേരത്തെ എൻ്റെ ഓർമ്മയിൽ ടിക്കറ്റ് കൗണ്ടർ മുൻവശത്തായിരുന്നു. ഈ നേരെ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ തന്നെയായിരുന്നു. അതൊരു ഏകദേശം ഒരു 6, 7, 8 വർഷത്തിന് മുമ്പാണ്. അങ്ങനെ ഞാൻ ആ ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചു. അവിടെ വരാഹ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഗതകാല പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ആ മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ചയാണ് എന്നെ വരവേറ്റത്. ശരിക്കും നമുക്ക് ക്യാമറയുടെ ഒരു ഫ്രെയിമിലൊന്നും ഒറ്റയടിക്ക് അങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റില്ല ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതികൾ. അതുപോലെ തന്നെ മുമ്പിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള, ശരിക്കും നല്ല രീതിയിൽ വെട്ടി ഒതുക്കി നിർത്തിയാണ് കുറേ ചെടിയും പൂന്തോട്ടം ഒക്കെ ഉണ്ട്. അതിലൊരു ലോണും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പുല്ലൊക്കെ വെട്ടി ഒതുക്കി നല്ല മനോഹരമായിട്ട് തന്നെ അത് പരിപാലിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഈ കൊട്ടാരത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെ കയറി വന്നുകൊണ്ടിരുന്ന വഴിയാണിത്. അതിൻ്റെ രണ്ട് സൈഡിലും കുറേ പൂന്തോട്ടങ്ങൾ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ആ കൊട്ടാരത്തിൽ എത്ര നോക്കി നിന്നാലും നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് എന്തോരം നോക്കി നിന്നാൽ പോലും അത് മതിയാവില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതി. ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് 1897 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. 1912 പണി പൂർത്തിയായത്. ഏകദേശം 15 വർഷത്തോളം എടുത്തു ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാകാനായിട്ട്. 1940 ആകുമ്പോഴത്തേക്കും ഈ കൊട്ടാരം വീണ്ടും കുറച്ചുകൂടി വിസ്തൃതമായിട്ട് പുതുക്കി പണിയുകയുണ്ടായി. ഒരുപക്ഷെ അതൊക്കെയായിരിക്കും ആ കൊട്ടാരത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കൊട്ടാരത്തിൻ്റെ ഈ ഒരു കാഴ്ച അതിമനോഹരമാണ്. നമുക്ക് എന്തോരം കണ്ടാലും നോക്കി നിന്ന് പോകും നമ്മൾ. മൈസൂരിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് മൈസൂർ. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൈസൂർ എന്ന് പറയുമ്പോൾ ഈ മൈസൂർ പാലസിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ അകത്ത് പാദരക്ഷകൾ അനുവദിക്കില്ല. അതിൻ്റെ പുറകിൽ 4 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ്
അവിടെ സൂക്ഷിക്കുന്നതിനായിട്ട് ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ അങ്ങനെ അവിടെ കൊണ്ട് നേയിപ്പിച്ച് ഞാൻ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നടക്കുകയാണ്. ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇത് കൊട്ടാരത്തിൻ്റെ അകത്തെ കാഴ്ചകളാണ്. കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗം എത്ര മനോഹരമായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് കാണുക. ഇത് ഏകദേശം 100 കൊല്ലത്തിന് മുകളിൽ, അല്ലെങ്കിൽ 100 കൊല്ലത്തിൻ്റെ അത്രയും പഴക്കമുള്ളൊരു നിർമ്മിതിയാണ്. പക്ഷേ ആ കാലത്തെ ഒരു പക്ഷേ കിട്ടുമായിരുന്നതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സാമഗ്രികളായിരിക്കും ഒരു പക്ഷേ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഞാൻ അങ്ങനെ കൊട്ടാരത്തിൻ്റെ ആദ്യത്തെ നിലയിലേക്ക് കയറി ചെല്ലുകയാണ്. 2 നിലകളിലായിട്ടാണ് കൊട്ടാരം. അപ്പോൾ കുറേ കാഴ്ചകളിലേക്ക്, കൊട്ടാരത്തിൻ്റെ കുറേ അകത്തളങ്ങളുടെ കാഴ്ചകൾ, അതിൻ്റെ ഇടയ്ക്ക് ദർബാർ ഹാള് പോലത്തെ 1-2 ഹാളുകൾ ഒക്കെ ഉണ്ട്. ഇത് കൊട്ടാരത്തിനകത്ത് ശരിക്കും നമുക്ക് ചിത്രീകരിക്കാൻ പാടില്ല എന്നൊക്കെയാണ്, ചിത്രീകരണം അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന എല്ലാവരും തന്നെ ഇഷ്ടം പോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ മൊബൈൽ ഫോണിലായതുകൊണ്ട് ഞാനും അതെല്ലാം പകർത്തിയെടുത്തു. കൊട്ടാരത്തിലെ പല സേനാ വിഭാഗങ്ങളുടെ ഒരു പക്ഷേ ദസറ സമയത്തെ ആ ഒരു ഘോഷയാത്രയുടെയും പ്രകടനങ്ങളുടെയൊക്കെ മനോഹരമായിട്ടുള്ള ഛായാചിത്രങ്ങൾ ഈ കൊട്ടാരങ്ങളുടെ ചുമരുകളെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു ടൂറിസ്റ്റുകളുടെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നതായിരിക്കാം. അതുപോലെ ഓടയാർ രാജാക്കന്മാരുടെ ചരിത്രം, അവരുടെ രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ, അവരുടെ അമ്മ മഹാറാണിമാരുടെ ഒക്കെ ചിത്രങ്ങൾ എല്ലാം ഈ സൈഡിൽ ആയിട്ട് ഇഷ്ടം പോലെ വച്ചിരിക്കുന്നു. ഇതിൻ്റെ വാസ്തുവിദ്യ എന്നറിയപ്പെടുന്നത് ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വാസ്തുശൈലിയാണ് ഈ ഒരു മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഹിന്ദു, രജപുത്ര, ഗോതിക്, മുസ്ലിം എന്ന് 4 വാസ്തുവിദ്യകളുടെ ഒരു സങ്കര രൂപമാണ്. ഇതിൽ തന്നെ മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോട് കൂടിയ 3 നില മന്ദിരമാണ് ശരിക്കും ഈ ഒരു കൊട്ടാരം. വലിയൊരു ഉദ്യാനത്താൽ ഈ കൊട്ടാരം ശരിക്കും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കാണിച്ചായിരുന്നു മുൻവശത്തെ. അതേപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിലെ കാഴ്ചകളാണ്. വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളും ഒക്കെ കൊണ്ട് നല്ല സുന്ദരമാക്കിയാണ് അത് ഇട്ടിരിക്കുന്നത്. ഞാൻ കൊട്ടാരത്തിൻ്റെ ഓരോ മുറികളിലൂടെ അതെല്ലാം കണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇറ്റാലിയൻ മാർബിൾ വരെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നവിടെ കുറേ ഗൈഡുകൾ ആൾക്കാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറ്റാലിയൻ മാർബിളും ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലെ മാർബിളും ഉണ്ട്, എല്ലാമുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള സിംഹാസനങ്ങളുടെ ഒരു ചിത്രമാണിത്. അതിൻ്റെ നടുക്കായിട്ട് ആനക്കൊമ്പ് കൊണ്ട് ഉള്ള ഇതൊക്കെ
ശരിക്കും കൃത്യമായിട്ടും ഉള്ള ഒറിജിനലായിട്ടുള്ള സാധനങ്ങളായിരിക്കും. ആ സമയത്ത് ആനക്കൊമ്പിനൊന്നും വലിയ ഇപ്പോഴത്തെ പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു വലിയ കോട്ടയാടാണ്. അതും ഒരു പക്ഷേ ഏതെങ്കിലും ഉത്സവകാലത്തോ ആഘോഷ സമയത്തൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഒരു പക്ഷേ അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നിരിക്കാം. പക്ഷേ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ കയറുമ്പോൾ കുറേ ആയുധങ്ങളുടെ ഒരു ശേഖരം ഈ ഒരു കൊട്ടാരത്തിൽ നമുക്ക് കാഴ്ചക്കായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഈ പ്രാവശ്യം ഇപ്പോൾ ഞാൻ വരുന്നപ്പോൾ ആ ഒരു കാഴ്ചകൾ ഇപ്പോൾ കാണുന്നില്ല അവിടെ. പക്ഷെ മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ ചിത്രങ്ങൾ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ കുറേ രാജകുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ, മൈസൂർ ഭരിച്ച രാജാക്കന്മാരുടെ ഫോട്ടോകൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ ഒക്കെയാണ്. ഈ കാണുന്നത് ഒരു സ്വർണ്ണ സിംഹാസനം. ഇത് സ്വർണം പൂശിരിക്കുന്ന കേട്ടോ, ഫുള്ള് സ്വർണ്ണമല്ല. ഏതായാലും ഇന്നത്തെ അനുസരിച്ച് മിക്കവാറും നല്ലൊരു കോടികൾ തന്നെ വില മതിക്കുന്ന ഒരു സിംഹാസനം. അതിനെക്കുറിച്ചുള്ള പ്രത്യേക ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ദസറ സമയത്ത് നടക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ ഈ പ്രധാന വേദി എന്ന് പറഞ്ഞാൽ മൈസൂർ കൊട്ടാരമാണ്. അതേപോലെ വേറൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊട്ടാരം പാചകക്കാരനായിട്ടുള്ള കാകസുര മാടപ്പ എന്നയാളാണ് മൈസൂർ പാക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു മധുരപലഹാരം അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ മൈസൂർ കൊട്ടാരത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുക്കായിട്ടിരുന്ന കാകസുര മാടപ്പ എന്നയാളാണ്. അങ്ങനെ ഒരു അറിവ് അത് ആദ്യമായിട്ട് എനിക്കിപ്പോൾ ഉള്ള അറിവാട്ടോ. അതുപോലെ ഈ കൊട്ടാര സമുച്ചയത്തിനകത്ത് 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയതെന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ഏറ്റവും പുതിയതായിട്ട് അതിനുള്ളിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് 1953. അപ്പോൾ ഞാൻ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളുടെയൊക്കെ കാഴ്ചകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സഭാമന്ദിരമാണ്. അതായത് രാജാവ് അവിടെ വന്നിരുന്നാണ് പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നത് എന്നാണ് പറയുക. അതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ വളരെ നല്ല രീതിയിലുള്ള ചിത്രപ്പണികൾ ആലേഖനം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം 100 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു നിർമ്മിതിയിലെ ആ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും കർണാടക സർക്കാർ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു സംഭവങ്ങൾ പരിപാലിച്ചു പോരുന്നുണ്ട്. അത് ഏറ്റവും വളരെ സന്തോഷമേറിയ കാര്യമാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ മച്ച് എന്നുവെച്ചാൽ മുകളിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. അതുപോലെ 2 സൈഡിലെയും കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോമേശ്വര ക്ഷേത്രം എന്നൊരു ശിവക്ഷേത്രമാണ്. പിന്നെ ഒരു ലക്ഷ്മി നാരായണ ക്ഷേത്രമുണ്ട്. അതുപോലെ ശ്വേതവരാഹസ്വാമി ക്ഷേത്രമുണ്ട്. ഇതെല്ലാം ഞാൻ കയറി പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ മൊബൈലിൽ എല്ലാവരും വീഡിയോ പകർത്തുന്നുണ്ട്.
അത് പക്ഷെ കാരണം എങ്ങനെയായാലും എത്ര ഇതായിട്ടുള്ളവരും ആ വീഡിയോകൾ പകർത്തിപ്പോവും. അത്ര രസമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനങ്ങനെ മുകളിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു പിരിയൻ ഗോവണിയാണ്. അങ്ങനെ പുറത്തേക്ക് ഉള്ള കാഴ്ചകളാണ്. ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചുകൂടി ഈ കൊട്ടാരത്തിന് ചുറ്റും നടന്ന് കാഴ്ചകൾ പകർത്തണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തീരെ ഒരു പെട്ടെന്നുള്ള യാത്രയായതിനാൽ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അതുമല്ല, ഒരു പകൽ മാത്രമേ എനിക്കിവിടെ ഇപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്ന് രണ്ട് കാഴ്ചകളിലേക്ക് കൂടെ പോകണമെന്ന് എനിക്കുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്.